ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. നമ്മൾ ഓൺലൈനായിട്ട് പെർഫ്യൂംസ് വാങ്ങിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ഓൺലൈൻ സൈറ്റുകളിലും കാണാറുള്ള ഒരു കാര്യമാണ് പെർഫ്യൂംസിനെ അവർ എക്സ്ചേഞ്ച് ചെയ്യാനോ അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനോ റിട്ടേൺ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഇല്ല എന്നുള്ളത്. ബ്യൂട്ടി പ്രൊഡക്ട്സിന്, കാരണം പെർഫ്യൂംസ് ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ അണ്ടറിൽ വരുന്നതായതുകൊണ്ട് അതിന് അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒന്നുമില്ല. വാങ്ങിച്ചാൽ പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചോളാം. നമുക്ക് ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നത്താൽ അത് റിട്ടേൺ കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കിയാൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് കിട്ടുന്ന പെർഫ്യൂംസ് ചിലപ്പോൾ വർക്കിംഗ് അല്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിലും ഡാമേജ്ഡ് ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഇത് റിട്ടേൺ ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് മുൻകൂട്ടി നമ്മൾ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലത്തെ സൈറ്റുകളിൽ, മിന്ത്രയിലൊക്കെ പിന്നെ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈവൻ ദോ ഫ്ലിപ്കാർട്ടിൻ്റെതാണ് മിന്ത്ര ആണെങ്കിൽ കൂടിയിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ ബോക്സ് അങ്ങനെ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെക്കുക. അൺബോക്സ് ചെയ്യുന്നതും പ്രൊഡക്ട്സും കാര്യങ്ങളും ഇതിന്റെ ആറ്റമൈസറും ഇതെല്ലാം വർക്കിംഗ് ആണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അതല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കംപ്ലൈന്റ് ആയിട്ടാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഞാനത് പറയാനുള്ള കാര്യം പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട് എന്നുള്ളത്. അപ്പൊ റീസെന്റ് എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഏതായിരുന്നു എൻഗേജിന്റെ ഒരു 4 പെർഫ്യൂംസിന്റെ ഒരു കോംബോ ബോക്സ് വാങ്ങിച്ചു. ചില പെർഫ്യൂംസിന്റെ ആറ്റമൈസേഴ്സ് വർക്ക് ചെയ്യൂല. അത് നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു മെക്കാനിക്കൽ സാധനമാണ്. ചിലപ്പോൾ വർക്ക് ചെയ്തില്ല എന്ന് വരും. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവരെ ഇൻഫോം ചെയ്യേണ്ടി വരും. ഇപ്പൊ നമ്മുടെയൊക്കെ ബ്രാൻഡിൽ അങ്ങനെ ഇഷ്യൂസ് വരാറുണ്ട്. ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ പേരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളടുത്ത് മൊത്തത്തിൽ ഒരു 7-8 പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് ചില ഈ 8 ml ചിലപ്പോൾ അത് വർക്ക് ചെയ്തില്ല എന്നാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ആറ്റമൈസർ അയച്ചു തരാന്ന് പറയും. മോസ്റ്റ്ലി ആളുകൾ പറയും ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ അതിന് കൂടുതൽ വിട്ടെന്നാൽ മതി പറയും, വേറെ പെർഫ്യൂമിന്റെ കൂടെ. അപ്പൊ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. 1-2 ആൾക്കാർ അതല്ലാതെ നിങ്ങൾ അയച്ചു നീക്കി എന്ന് പറഞ്ഞതുകൊണ്ട് ഓക്കെ, എങ്ങനെയായാലും നമ്മൾ അത് അയച്ചു കൊടുക്കാറാണ്. കാരണം അപ്പൊ അത് ത്രെഡ് ഓപ്പൺ ചെയ്യാൻ മാറ്റിയിട്ട് അത്രേ ചെയ്യേണ്ടുള്ളൂ. പക്ഷെ ക്രിമ്പ് ചെയ്യുന്ന ബോട്ടിലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് കമ്പനി അത് റിട്ടേൺ എടുക്കേണ്ടേ വേണ്ടി വരും. അപ്പൊ ഞാനത് പറയാൻ കാര്യം, ഞാൻ ഈ 4 പെർഫ്യൂംസിൽ 3 ആറ്റമൈസേഴ്സ് വർക്കിംഗ് അല്ല. ഞാൻ ആദ്യം വീഡിയോ ഷൂട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഇത് ഒരു ക്വയറി റൈസ് ചെയ്തപ്പോൾ അവർ ആദ്യം അത് റിജക്ട് ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു പെർഫ്യൂം ആയതുകൊണ്ട് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും ക്വയറി റൈസ് ചെയ്തിട്ട് ഞാൻ ഇതിന്റെ ഒരു ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പൊ അവര് ക്വയറി ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങൾക്കൊരു 3 days സമയം വേണം, അതിനുള്ളിൽ റിസോൾവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവിടുന്ന് 5 days കഴിഞ്ഞപ്പോൾ വീണ്ടും ക്വയറി റിസോൾവ് എന്ന് പറഞ്ഞിട്ട് അപ്ഡേറ്റ് ചെയ്തു. അപ്പൊ ഞാൻ വീണ്ടും കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവർ എൻ്റെ അടുത്ത് പറഞ്ഞു പെർഫ്യൂം ആയതുകൊണ്ട് വി ഡോണ്ട് ഹാവ് ദ ഓപ്ഷൻ ടു റിട്ടേൺ ഓർ റീപ്ലേസ് എന്ന് പറഞ്ഞു. അതാണ് റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് റിസോൾവ് എന്ന് പറയുമ്പോൾ ഒരു റെസൊല്യൂഷൻ വേണമല്ലോ, വെറുതെ നിങ്ങൾ റിസോൾവ് എന്ന് എഴുതാൻ പാടില്ല. അപ്പൊ അവരെന്റെ അടുത്ത് പറഞ്ഞു ദിസ് ഈസ് അവർ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഡാമേജ്ഡ് പ്രൊഡക്റ്റ് ആണോ അയച്ചതെന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് കസ്റ്റമർ അതെങ്ങനെ കസ്റ്റമർക്ക് അതിൽ നിന്ന് എന്താ യൂസ് എന്ന് ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞു ഇത് ഡാമേജ്ഡ് പ്രൊഡക്റ്റ് അല്ല നിങ്ങൾക്ക് അയച്ചത്, നിങ്ങളുടെ ബോക്സിൽ നിന്ന് അത് ക്ലിയർ ആണ്, ഇറ്റ്സ് നോട്ട് ഡാമേജ്ഡ്. ഞാൻ പറഞ്ഞു ഇത് ഫങ്ഷനിങ് അല്ല എന്നുള്ളത് നിങ്ങൾ ഞാൻ ഫോട്ടോസിൽ മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞ വീഡിയോ അയച്ചു തരാറ്. അപ്പൊ ഞാൻ വീഡിയോ അയച്ചു കൊടുത്തു. മെയിലിൽ അത് ചെറുതാക്കിയിട്ട്, മീൻസ് അതിന്റെ സൈസ് കുറച്ചിട്ട് അയച്ചു കൊടുത്തു, റെസൊല്യൂഷൻ കുറച്ചിട്ട്. അങ്ങനെ വീണ്ടും ഞാൻ അവരെ കോണ്ടാക്ട് ചെയ്തു. അപ്പോഴും അവർ പറയണത് പെർഫ്യൂംസിന് റീപ്ലേസ്മെന്റ് റിട്ടേണോ തരൂല. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഒരു ട്രിക്ക് ആക്കി വെച്ചാൽ പോരെ. കാരണം ഡാമേജ് ആയ പ്രോഡക്ട്സ് നോക്കിയിട്ട് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുക, എന്നിട്ട് കസ്റ്റമേഴ്സ് എന്താ വെച്ചാൽ ചെയ്തോട്ടെ, അതിൽ എന്ത് എത്തിക്സ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളെ സീനിയർ എക്സിക്യൂട്ടീവ് ആയിട്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു ഓക്കെ, ഫോർവേഡ് ചെയ്തോളൂ. അങ്ങനെ ഒരാള് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ ഞാൻ അയാളോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു 2 days കൊണ്ട് സമയം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ 2 days സമയം കഴിഞ്ഞപ്പോൾ അവരെന്നെ വിളിച്ചു. അപ്പൊ ഞാൻ അവരോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, വീഡിയോസ് വീണ്ടും ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു നിങ്ങൾ എന്ത് എത്തിക്സിന്റെ പുറത്താണ് അത് ചെയ്യുന്നത്, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അതിനൊരു എത്തിക്സ് വേണ്ടേ. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങള് ഫോട്ടോസ് നോക്കി ക്വാളിറ്റി നോക്കിയിട്ട് ഞങ്ങൾ മീൻസ് വീഡിയോ ഒക്കെ കണ്ട് ഇത് ഡാമേജ്ഡ് ആണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ റിട്ടേൺ റിക്വസ്റ്റ് എടുത്തോളാം, നിങ്ങൾക്ക് എമൗണ്ട് റീപ്ലേസ് ചെയ്യും, ഈ പ്രോഡക്റ്റ് ഞങ്ങളെ കയ്യിലെത്തി, ഞങ്ങൾ ഇതൊക്കെ ഡാമേജ്ഡ് ആണ് എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഞാൻ പറഞ്ഞു ഓക്കെ നോ ഇഷ്യൂസ്, അങ്ങനെ ചെയ്തോളൂ. അപ്പൊ അങ്ങനെ ഒരു സാധനം ഓർഡർ ചെയ്ത് 7-8 days കഴിഞ്ഞിട്ടാണ്, അത്രയും അതിനിടയിലൊക്കെ ഇവരെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്, ടെക്സ്റ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പൊ അത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് ഇതിനൊരു റെസൊല്യൂഷൻ വന്നത്. അപ്പൊ ആ സാധനങ്ങൾ പിന്നെ അവർ കൊണ്ടുപോയി പിന്നീട് റീഫണ്ട് കിട്ടുകയും ചെയ്തു. ഇപ്പൊ ഞാൻ പറയണത് എന്താ വെച്ചാല്,
ഇങ്ങനെയൊന്നും റിസ്കിന് പോകണ്ട. ചിലർക്ക് ഈ ലാംഗ്വേജ് ബാരിയേഴ്സ് ഉണ്ടാവും. കാരണം ഇത് കസ്റ്റമർ കെയറിൽ കോൺടാക്ട് ചെയ്യുന്നത് നമ്മളൊന്നെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും, ഹിന്ദി ആയിരിക്കും. ചിലർക്ക് ലാംഗ്വേജസ് അറിയാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇത് ഒരു ഫൈറ്റിന് പോകേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഷൂട്ട് ചെയ്ത് വെക്കുക. ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നെങ്കിലും മെയിൽ അയക്കുക, എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ നോക്കുക. അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനിൽ എപ്പോഴും പെർഫ്യൂംസ് വാങ്ങിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഓപ്ഷൻസ് ഉള്ള സൈറ്റുകളിൽ നിന്നൊക്കെ എടുത്തോളൂ. പ്രൈസിന്റെ ഒരു ആനുകൂല്യം കണ്ടിട്ട് എവിടെന്നെങ്കിലും കയറി എടുത്തിട്ട് ഇങ്ങനെ പ്രശ്നങ്ങളിൽ പോയി ചാടണ്ട. ഫ്ലിപ്കാർട്ടൊക്കെ ഇപ്പോൾ വെറും അൺഎത്തിക്കൽ ബിസിനസ് മാത്രം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പല കാര്യങ്ങളും തോന്നിയിട്ടില്ല. എന്തായാലും ഇപ്പൊ നമുക്ക് ഇവിടെ പെർഫ്യൂം മാത്രം ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനത് പറയുന്നില്ല മാത്രം. എന്തായാലും ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഓൺലൈനായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക.